കൊടിമരത്തിൽ വിജിലൻസ് അന്വേഷണവും കൊടിമര പ്രതിഷ്ഠയിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ നിർദ്ദേശം, ത്വരിത പരിശോധന നടത്താനാണ് ഉത്തരവ്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, അങ്ങനെ വിജിലൻസ് അന്വേഷണം കൊടിമരത്തിൽ, അത് ത്വരിത പരിശോധന നടത്താനുള്ളൊരു ഉത്തരവ് കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. പൂജ, സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട SIT നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതി വിജിലൻസിനോട് ത്വരിത പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൊടിമരത്തിൽ പ്രത്യേക അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം വരുമ്പോൾ അത് വിജിലൻസിന്റെ ത്വരിത പരിശോധന എന്നതാണ് മനസ്സിലാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ ത്വരിത പരിശോധനയിലേക്ക് നയിച്ചിരിക്കുന്ന കാരണം ഈ സ്വർണ്ണ കൊടിമരം പൂർണ്ണമായും ഫിനിക്സ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തതാണ്. അവർ 3,20 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി കൈമാറിയത്. അതിൽ 16 ലക്ഷം രൂപ ബാക്കി വരികയും ചെയ്തു. ആ തുക പിന്നീട് ദേവസ്വം ബോർഡിലേക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൈമാറിയതുമാണ്. പക്ഷേ ഈ സ്വർണ്ണ കൊടിമരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു പ്രമുഖ താരവും അതോടൊപ്പം തന്നെ ജ്വല്ലറിയും സ്വർണം കൈമാറിയിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അങ്ങനെ കൈമാറിയിട്ടുണ്ട് എങ്കിൽ അത് സംബന്ധിച്ച രസീത് നൽകിയിട്ടില്ല എന്ന വിവരമാണ് കോടതിക്ക് മുന്നിലേക്ക് ഒരു സംശയകരമായ സാഹചര്യമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്വർണം കൈമാറിയിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് രസീത് നൽകിയിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആര് എന്ന് കണ്ടെത്തണം. ദേവസ്വത്തിലേക്ക് ഇത്തരത്തിലൊരു സംഭാവനയോ അല്ലെങ്കിൽ ഒരു സമർപ്പണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് 3A പ്രകാരമുള്ള രസീതാണ് കൈമാറേണ്ടത്. ഇവിടെ അത്തരത്തിലൊരു രസീത് നൽകിയതായി കാണുന്നില്ല. അപ്പോൾ ആദ്യം കണ്ടെത്തേണ്ടത് ഇത്തരത്തിൽ സ്വർണം കൈമാറിയിട്ടുണ്ടോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ സംഭാവനയായിട്ട് അവർ സ്വർണം കൈമാറിയിട്ടുണ്ടോ, അവരൊരു സമർപ്പണമായി നൽകിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായും രസീത് കൈമാറേണ്ടതാണ്. അങ്ങനെ രസീത് കൈമാറിയിട്ടില്ലെങ്കിൽ അതൊരു മിസ്അപ്രോപ്രിയേഷനായി മാറും. അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ആളുകൾ, അതിന് നേതൃത്വം നൽകിയ ആളുകൾ, അവരെല്ലാം ഇതിൽ മറുപടി പറയേണ്ടി വരും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. SITയുടെ അന്വേഷണത്തിൽ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് അവർ ഹൈക്കോടതിക്ക് കൈമാറിയത്. ഈ സ്വർണ്ണ കൊള്ളയ്ക്കൊപ്പം തന്നെ ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. അത് പരിശോധിച്ച് അവർ ചില വസ്തുതകൾ കോടതിയെ അറിയിച്ചു. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ വിജിലൻസിനോട് ഒരു ത്വരിത പരിശോധന ഈ കാര്യത്തിൽ നടത്തി ഇതിന്റെ വസ്തുത എന്താണ്, ഈ കാര്യങ്ങൾ കണ്ടെത്തൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സ്വർണ്ണ കൊടിമരത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇനി അത് എവിടെ ചെന്ന് നിൽക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം 2017 അന്നത്തെ ഭരണസമിതി ആ തീരുമാനം എടുക്കുന്നത് മുതലുള്ള പല കാര്യങ്ങളിലേക്കും അന്വേഷണം ചെന്നെത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും സ്പോൺസർ ചെയ്ത ഒരൊറ്റ വ്യക്തി സ്പോൺസർ ചെയ്ത സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിൽ പുറത്തുനിന്ന് മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖകളിൽ വരേണ്ടതാണ്, ദേവസ്വത്തിന്റെ രേഖകളിൽ വരേണ്ടതാണ്. അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ സ്വർണ്ണ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബിനിൽ, ഈ സ്വർണ്ണക്കൊള്ള വിഷയം നമ്മൾ ആദ്യം സംസാരിച്ച കേസുകൾ തന്നെ ഇത്രയും നീളത്തിലുള്ളൊരു സമയപരിധി ആയിട്ടുണ്ട്. ഇപ്പോൾ കൊടിമരത്തിലൊരു അന്വേഷണം വരുന്നു, വിജിലൻസിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നു, ത്വരിത പരിശോധന വേണമെന്ന് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നടന്നിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് അടിമുടി അവ്യക്തതയാണ്. ഒരു കൃത്യമായിട്ടുള്ള കണക്ക് എവിടെയില്ല, ഒരു രസീത് പോലും ഇല്ല എന്നുള്ളത് പറയുമ്പോൾ ആ കാലഘട്ടം മുതലുള്ള 2017 മുതലുള്ള കാലഘട്ടത്തെ ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിച്ച് വരേണ്ടതായിട്ടല്ലേ? അതും ത്വരിത പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത്, എവിടെ ചെന്ന് അവസാനിക്കും, ഏത് തരത്തിലൊക്കെ ഇപ്പോൾ സഞ്ചരിക്കേണ്ടി വരും അന്വേഷണത്തിന്? പൂജ, ഈ ത്വരിത പരിശോധന എന്ന് പറയുന്നത് വസ്തുതാ വിവരശേഖരണമാണ്. ആ ത്വരിത പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ FIR രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണം വേണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കപ്പെടുക. അതായത് ഇത്തരത്തിൽ ചില വസ്തുതകൾ, ചില വിവരങ്ങൾ SITയുടെ മുന്നിലേക്ക് വന്നിരുന്നു. അപ്പോൾ ആ വിവരങ്ങളാണ് അവർ കോടതിയെ അറിയിച്ചത്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണ്, ഇത്തരത്തിൽ സ്വർണം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി രസീത് നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടത് വിജിലൻസ് ആണ്. അവർ ആ ത്വരിത പരിശോധന നടത്തുമ്പോൾ ഈ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സമർപ്പണം നടത്തിയതായി പറയപ്പെടുന്നവർ, അത് കൃത്യമായും അവരുടെ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്കില്ല, ഇത് സമർപ്പിച്ചു എന്ന ചില സൂചനകളാണുള്ളത്. അപ്പോൾ ആ വ്യക്തികളിലെ കണ്ട് വിജിലൻസിന് കൃത്യമായി കാര്യങ്ങൾ അറിയേണ്ടി വരും. അവർ സമർപ്പിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ അവർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ
എങ്കിൽ അതിന് കൃത്യമായും ദേവസ്വത്തിൽ രേഖ ആവശ്യമാണ്. അല്ലാതെ ഈ സ്വർണം കൈമാറ്റം സാധ്യമല്ല. അങ്ങനെ അവർ നൽകിയിരിക്കുന്ന സ്വർണം കൂടി ഇതിന്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും അതിന്റെ കണക്കിൽ അവ്യക്തതകൾ വരികയാണ്. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരിക. അന്നത്തെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും അതിന് മറുപടി പറയേണ്ടി വരിക. എന്തായാലും വിജിലൻസിന്റെ ഒരു ത്വരിത പരിശോധന നടക്കുക എന്ന് തീർച്ചയായിട്ടും എന്തായാലും കൊടിമര പ്രതിഷ്ഠയിൽ വിജിലൻസ് അന്വേഷണം നടത്താനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ത്വരിത പരിശോധന നടത്തണം എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട വിവരമാണ്. ബിനിലാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.